നമസ്കാരം. സനാതനധർമ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചും അതിന്റെ ശാശ്വത സ്വഭാവത്തെക്കുറിച്ചും നമ്മൾ കണ്ടു. ഈ ധർമ്മത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അതിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുന്നു. സനാതനധർമ്മത്തിന്റെ ജ്ഞാനത്തിന്റെ ഉറവിടങ്ങളാണിവ. എന്താണ് വേദങ്ങൾ? സനാതനധർമ്മത്തിന്റെ ഏറ്റവും പ്രാചീനവും അടിസ്ഥാനപരവുമായ ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ. വേദം എന്ന വാക്കിനർത്ഥം അറിവ് എന്നാണ്. ഇത് വെറും പുസ്തകങ്ങളല്ല, മറിച്ച് ഋഷിമാർക്ക് ധ്യാനത്തിലൂടെയും തപസ്സിലൂടെയും ലഭിച്ച അമൂല്യമായ അറിവുകളാണ്. അതുകൊണ്ട് വേദങ്ങളെ മനുഷ്യൻ രചിച്ചവയല്ല, മറിച്ച് കാലാതീതമായ ജ്ഞാനത്തിന്റെ പ്രകാശനമെന്നാണ് സനാതനധർമ്മം കരുതുന്നത്. 4 പ്രധാന വേദങ്ങളാണുള്ളത്. ഋഗ്വേദം ഏറ്റവും പഴക്കമുള്ള വേദമാണിത്. സ്തുതികളും പ്രാർത്ഥനകളും ദേവന്മാരെക്കുറിച്ചുള്ള മന്ത്രങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നാസദീയ സൂക്തം ഇതിലെ പ്രധാന ഭാഗമാണ്. യജുർവേദം യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും ആവശ്യമായ മന്ത്രങ്ങളും ചടങ്ങുകളും ഇതിൽ വിശദീകരിക്കുന്നു. കർമ്മകാണ്ഡത്തിന് പ്രാധാന്യം നൽകുന്നു. സാമവേദം മന്ത്രങ്ങളെ സംഗീതാത്മകമായി ആലപിക്കുന്ന രീതികൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. ഇത് സംഗീതത്തിന്റെ ഉറവിടമായും കണക്കാക്കപ്പെടുന്നു. അഥർവവേദം ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ, രോഗശാന്തി, ഐശ്വര്യം, ശത്രുസംഹാരം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഇതിൽ കാണാം. വേദങ്ങളെല്ലാം 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: സംഹിതകൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ. എന്താണ് ഉപനിഷത്തുകൾ? വേദങ്ങളുടെ അവസാന ഭാഗങ്ങളെയാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടിവയെ വേദാന്തമെന്നും വിളിക്കുന്നു. വേദങ്ങളുടെ അന്ത്യം അല്ലെങ്കിൽ സാരം എന്നർത്ഥത്തിൽ. ഉപനിഷത്ത് എന്ന വാക്കിനർത്ഥം ഗുരുവിന്റെ അടുത്തിരുന്ന് രഹസ്യജ്ഞാനം നേടുക എന്നാണ്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലായിരുന്നു ഈ ജ്ഞാനം പകർന്നു നൽകിയിരുന്നത്. ഉപനിഷത്തുകൾ പ്രധാനമായും ഊന്നൽ നൽകുന്നത് ആത്മീയ സത്യങ്ങൾക്കും തത്വജ്ഞാനത്തിനും വേണ്ടിയാണ്. ചില പ്രധാന ആശയങ്ങൾ ഇവയാണ്. ബ്രഹ്മം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യവും പരമമായ യാഥാർത്ഥ്യവുമാണ് ബ്രഹ്മം, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ആത്മാവ് ഓരോ ജീവനുള്ള വസ്തുവിലും കുടികൊള്ളുന്ന നിത്യവും അമരവുമായ സത്യം. ഇത് ബ്രഹ്മത്തിൽ നിന്ന് വേർപെട്ടതല്ല എന്ന് ഉപനിഷത്തുകൾ പറയുന്നു. മോക്ഷം ജനന മരണ ചക്രത്തിൽ നിന്നുള്ള വിമോചനം. ആത്മാവ് ബ്രഹ്മത്തിൽ ലയിക്കുമ്പോഴാണ് മോക്ഷം നേടുന്നത്. ഇത് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായി കണക്കാക്കുന്നു. കർമ്മസിദ്ധാന്തം ഓരോ പ്രവൃത്തിയുടെയും ഫലം അനുഭവിക്കണമെന്ന ആശയം ഉപനിഷത്തുകളിലും ആഴത്തിൽ വിശദീകരിക്കുന്നു. പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുകളാണ് ഈശ, കേന, കഠം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യ, തൈത്തിരീയ, ഐതരേയ, ഛാന്തോഗ്യ, ബൃഹദാരണ്യകം. ഈ ഗ്രന്ഥങ്ങൾ സനാതനധർമ്മത്തിന്റെ നെടും തൂണുകളാണ്. വേദങ്ങൾ യജ്ഞങ്ങളിലൂടെയും മന്ത്രങ്ങളിലൂടെയും പ്രപഞ്ചശക്തികളുമായി എങ്ങനെ ബന്ധപ്പെടാമെന്ന് പഠിപ്പിക്കുമ്പോൾ, ഉപനിഷത്തുകൾ ആത്മീയമായ ഉൾക്കാഴ്ചകളിലൂടെയും തത്വജ്ഞാനത്തിലൂടെയും ആന്തരിക സത്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു. ഇവ കേവലം പുരാതന ഗ്രന്ഥങ്ങളല്ല, മറിച്ച് ഇന്നും പ്രസക്തമായ ജീവിത പാഠങ്ങളും പ്രപഞ്ച സത്യങ്ങളും ഉൾക്കൊള്ളുന്ന ജ്ഞാനനിധികളാണ്. ആധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും ഇതിലെ ചില ആശയങ്ങളിൽ പഠനങ്ങൾ നടത്തുന്നുണ്ട്. വേദങ്ങളും ഉപനിഷത്തുകളും സനാതനധർമ്മത്തിന്റെ ആത്മാവാണ്. ഇവയെ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിന് പുതിയൊരു ദിശാബോധം നൽകും. അടുത്ത വീഡിയോയിൽ സനാതനധർമ്മത്തിലെ പ്രധാന ഇതിഹാസങ്ങളായ രാമായണത്തെയും മഹാഭാരതത്തെയും കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി. നമസ്കാരം.